പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയാണെങ്കിൽ ദീപ്തി അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വരുൺ എല്ലാ കാര്യവും വിക്രത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിലെ തൻ്റെ അമ്മ നഷ്ടപ്പെട്ടതും അതേപോലെ അവരൊരു ടൂറ് പോയപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്തതും അപ്പോൾ ഞാനൊരു പട്ടം കളിച്ചുകൊണ്ടിരുന്നതെന്ന് ആ പട്ടം പറന്നുപോയി. അച്ഛനോട് ചെന്ന് പറഞ്ഞപ്പം അമ്മയുടെ ബോഡി ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, അതേപോലെ ആണോ നിൻ്റെ പട്ടം പറക്കുന്നത് എന്നൊക്കെ ചോദിച്ച കാര്യം അത്രയും ക്രൂരനാണ് തൻ്റെ അച്ഛനെന്ന് വരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേദയാണെങ്കിൽ പറയുന്നുണ്ട്. എന്നിട്ട് വേദ ചോദിക്കുകയാണ്, വരുൺ ഇത്രയും കാര്യങ്ങൾ വിക്രത്തിനോട് പറയണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ആഴമുള്ളതായിരിക്കത്തില്ലേ? അവർ തമ്മിലൊരു സഹോദര ബന്ധം ഉണ്ടായിരുന്നു. വരുണിന് വിക്രത്തോട് അത്രയും വിശ്വാസവും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരാൾ എന്തായാലും ഇത് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് വേദ ദീപ്തിയെടുത്ത് ചോദിക്കുകയാണ്. വിക്രം ഒരിക്കലും അത് ചെയ്യത്തില്ല. വരുണിൻ്റെ കഥകളെല്ലാം കേട്ട് വിക്രം നിന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിക്രം വരുണിനോട് അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ദീപ്തി ഭയങ്കര സങ്കടപ്പെട്ട് കരയാണ്. മോള് കരയാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതൊക്കെ ഉള്ള സത്യമാണ്. അപ്പം ദീപ്തി ചോദിക്കുകയാണ്, പിന്നെ അല്ലാതെ ആരാണ് എൻ്റെ വരുണിനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയാണ്, ഇതിൻ്റെ ഇടയിൽ ആരോ കളിച്ചിട്ടുണ്ട്. കൃത്യമായി നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യും. എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് തെളിവുകളില്ലാതെ സ്ഥിരീകരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് ൻ്റെ യഥാർത്ഥ കൊലയാളി കണ്ടുപിടിച്ചാൽ വിക്രത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ എന്ന് വേദ പറയാണ്. ഇല്ലെങ്കിൽ വാസവൻ വിക്രത്തിനെയും കൊല്ലുമെന്ന് വേദ പറയാണ്. ദീപ്തി ഭയങ്കര കരഞ്ഞുകൊണ്ട് പറയാണ്, ഇത് ആരാണ് എൻ്റെ വരുണിനെ കൊന്നതെന്ന് എനിക്കറിയണം ചേച്ചി. അപ്പം വേദ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, മോള് കരയണ്ട, എന്തായാലും ഇത് കണ്ടുപിടിക്കും, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ വേദയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വേദ വിളിച്ചില്ലല്ലോ. അപ്പം വേദയുടെ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ വന്ന് രക്ഷിച്ചതും ഇവിടെ കൊണ്ടുവന്നതും മരുന്ന് വെച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിക്രം വിചാരിക്കുകയാണ്, എനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിച്ച ആളാണ് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വേദ ഇഷിതയെ വിളിക്കുന്നത്. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, എന്താ അല്ല വിക്രത്തിനൊന്ന് ഫോൺ കൊടുക്കാവോ എന്ന് വേദ ചോദിക്കുകയാണ്. ആ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത ഉണ്ടെന്ന് ഫോൺ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. അപ്പം വിക്രമാണെങ്കിൽ ഇഷിതയെ നോക്കുന്നുണ്ട്. വേദ തന്നെയാണ്, എന്നാൽ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേദയായിട്ട് വിക്രം സംസാരിക്കുകയാണ്. ദീപ്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം ദീപ്തിയായിട്ട് സംസാരിച്ച്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, അതെന്താ പറഞ്ഞത് ദീപ്തി? അവക്കടെ മനസ്സിൽ വിക്രത്തെ സംശയം ഉണ്ടായിരുന്നു, അതുറപ്പാണ്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ അവളോട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം വരുണിൻ്റെ മരണത്തിൻ്റെ ഷോക്കിൽ നിന്ന് അവൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇപ്പോഴും അവൾ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിപ്പാണ്. ആരോടും വലുതായിട്ടൊന്നും സംസാരിക്കാറില്ല. ഇന്ന് യാദൃശ്ചികമായിട്ടാണ് അവൾ ഇന്ന് ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കാൻ വന്നത്. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആദ്യം അവൾ എന്നോട് വിക്രത്തെ എതിർത്താണ് സംസാരിച്ചത്. പക്ഷേ വരുൺ വിക്രത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്ത്, നിന്നോട് മാത്രം വരുൺ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എങ്ങനെ വിക്രം ഇതൊക്കെ അറിഞ്ഞത്? അപ്പം അങ്ങനെയാണ് അവരുടെ ബന്ധം എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വരുണിൻ്റെ കൊലപാതകളെ കണ്ടുപിടിക്കണമെന്ന് അവളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. വിക്രം പറയാണ്, അത് കണ്ടുപിടിക്കാതെ തന്നെ ചെയ്യാം. പക്ഷേ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. എന്നെ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആ വാസവൻ കൊല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചാവുന്നതിൽ എനിക്കൊരു പേടിയില്ല, പക്ഷേ ഇതിൻ്റെ സത്യസന്ധമായ കാര്യം പുറത്ത് കൊണ്ടുവരണ്ടേ എന്ന് വിക്രം വേദയെടുത്ത് പറയാണ്. വേദ പറയാണ്, എന്തായാലും ഇപ്പം ടെൻഷൻ അടിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരാം എന്ന് പറയാണ്. അങ്ങനെ വേദയാണെങ്കിൽ വളരെ സ്നേഹത്തോടെ വിക്രത്തോടെ കുറേ സംസാരിക്കുന്നുണ്ട്. വിക്രവും അതേപോലെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അവരങ്ങനെ കൂടുതൽ അടുക്കുകയാണ്. ഇത്രയും നാൾ അവർ മറച്ചു വെച്ച സ്നേഹം എല്ലാം പുറത്ത് വരികയാണ്. അവസാനം വിക്രം ചുക്കത്തുണ്ട്, ഇന്നങ്ങ് റോസ്റ്റ് ആക്കിയല്ലേ. അപ്പം വേദ പറയാണ്, അപ്പോൾ റോസ്റ്റ് ആക്കിയത് സമ്മതിച്ച്, അങ്ങനെയാണെങ്കിൽ നിർത്തുക, ഞാൻ ഫോൺ വെക്കുകയാണെന്ന് വേദ പറയാണ്. അപ്പം വിക്രം പറയാണ്, വേണ്ട വേണ്ട ഫോൺ വെക്കണ്ട എന്ന് പറയാണ്. അതെന്താ വെക്കണ്ടാത്തതെന്ന് വേദ ചോദിക്കുകയാണ്. അല്ല നിന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നതെന്ന് വിക്രം പറയാണ്. അതെന്താ അങ്ങനെയെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അതറിയത്തില്ല എന്നും പറഞ്ഞ് അവർ വീണ്ടും സംസാരിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുമ്പോഴേ എന്നിട്ടും എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ആരാന്നറിയാമോ എന്ന് വേദ ചോദിക്കാൻ വിക്രത്തിൻ്റെ അടുത്ത്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, ആരാ എനിക്കറിയത്തില്ല എന്ന് പറയാണ്. ഇത് പ്രേമിക്കുന്നവരാണ് ആ വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം വിക്രത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പം വേദ ചോദിക്കണേ, എന്താ വിക്രം ഒന്നും മിണ്ടാത്ത? ഏയ് ഒന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ വീണ്ടും കുറേ നേരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോലും അറിയാതെ അവർ കൂടുതൽ അടുക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പുള്ളിക്കനെ തപ്പി ശ്രീനിവാസൻ്റെ ആൾക്കാർ എല്ലായിടത്തും കടന്ന് കറങ്ങുന്നുണ്ട്. പുള്ളിക്കനാണെങ്കിൽ ഒളിച്ചും പാത്തും നടക്കുകയാണ്. പുള്ളിക്കനാണെങ്കിൽ ഈ കാര്യം ശ്രീകാന്തിനെ വിളിച്ചു പറയുന്നുണ്ട്. ആ ശ്രീനിവാസൻ്റെ ആൾക്കാർ എന്നെയും തപ്പി ഇറങ്ങിയിട്ടുണ്ട്, ഞാനിപ്പോൾ എങ്ങോട്ട് പോകും സാറേ എന്ന് വെച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അവന്മാരെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ നിന്നെ ഇടിച്ച് പിഴിയും, നിന്നെ കൊണ്ട് സത്യം എല്ലാം പറയിപ്പിക്കും. നീ സത്യം എങ്ങാനും പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ കൊല്ലും.
അപ്പോൾ ഉടനെ ചോദിക്കുകയാണ്, സാറെന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ഇനി എന്ത് ചെയ്യും? എന്തായാലും നീ അവരെ മുന്നിൽ പെടാതെ നീ രക്ഷപ്പെട്ടണം. അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ മുന്നിലെങ്ങാനും പെട്ടാൽ തന്നെ ഞങ്ങളുടെ ആരുടെയും പേര് പറയില്ല. അങ്ങനെങ്ങാനും പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ കൊല്ലും, ഉറപ്പാണെന്ന് ശ്രീകാന്ത് പുള്ളിക്കാരുടെ അടുത്ത് പറയുകയാണ്. ഇനി എന്നെ നീ വിളിക്കണ്ട, നീ എങ്ങോട്ടെങ്കിലും മാറിക്കോ, അതാ നല്ലത്. നീ സ്വയം എങ്ങോട്ടെങ്കിലും ആരും കാണാതെ ഒളിച്ചു നിൽക്കുകയാണ് നല്ലതെന്ന് പറയാണ്. ആ വിക്രത്തെ കൊല്ലുന്നത് വരെ നീ മാറി നിന്നാൽ മതി, പിന്നുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ശ്രീകാന്ത് പറയാണ്. ഫോൺ വെച്ചിട്ട് പുള്ളിക്കൻ ഇങ്ങനെ സ്വയം പറയാണ്, ഇങ്ങനാണെങ്കിൽ വിക്രത്തെ കൊന്നു കഴിഞ്ഞാലും എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും, എന്നെയും കൂടി ഇവർ കൊല്ലത്തിലെന്ന് ആരറിഞ്ഞു എന്ന് പുള്ളിക്കൻ സ്വയം പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ശ്രീനിവാസൻ്റെ ആൾക്കാർ എല്ലായിടത്തും തപ്പി നടക്കിയ പുള്ളിക്കാൻ, വാസവൻ്റെ ആൾക്കാരാണെങ്കിൽ വിക്രത്തെയും തപ്പി നടക്കുകയാണ്. ചന്ദ്രശേഖരനാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, നീ വേദയൊന്ന് സൂക്ഷിക്കണം, വേദയുടെ മാറ്റങ്ങളും ചലനങ്ങളും എല്ലാം നീ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണ് അവൾ ചെയ്യുന്നതും അവളുടെ ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷ്മതയോടെ വേണം നിരീക്ഷിക്കാൻ. ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ ആ വിക്രം അവളുടെ കസ്റ്റഡിയിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, ഓപ്പോസിറ്റായിട്ടേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അവസാനം നമ്മൾ കുടുങ്ങുമെന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അതൊരിക്കലും നടക്കത്തില്ല. അവളെങ്ങാനുമാണ് അവനെ രക്ഷിച്ചിട്ട് മാറ്റി പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിലും തീരുമാനമാവും. എൻ്റെ സഹോദരിയാണെന്ന് ഞാൻ നോക്കത്തില്ല എന്ന് ശ്രീകാന്ത് ഭയങ്കര ദേഷ്യത്തോടെ ചന്ദ്രശേഖരനോട് പറയുകയാണ്.